എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ തദ്ദേശഭരണ സംവിധാനങ്ങളുടെ കീഴിലായിരിക്കും. ഒന്നുകിൽ പഞ്ചായത്ത്, അതല്ലെങ്കിൽ നഗരസഭ, അതല്ലെങ്കിൽ കോർപ്പറേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ തദ്ദേശഭരണ സംവിധാനങ്ങൾക്ക് ഉള്ളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. എല്ലാം ഭരണസമിതി അംഗങ്ങളാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെല്ലാം ഭരണസമിതി അംഗങ്ങൾ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഓരോ വാർഡുകളിലേക്ക് അലോട്ട്മെൻ്റ് ആകുമ്പോഴും അതിൻ്റെ ഒരു തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത രീതിയിലുള്ള ആർക്കും പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു ഫണ്ട് അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാകേണ്ടത്. പക്ഷേ കേരളത്തിൽ ഒരു സവിശേഷപരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സ്ഥിതി നിലവിലുള്ളതുകൊണ്ട് ഭരിക്കപ്പെടുന്ന പാർട്ടിയിലെ അല്ലെങ്കിൽ സംവിധാനത്തിലെ മെമ്പർമാർക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുക. ഇത് നമ്മുടെ തദ്ദേശഭരണ സംവിധാനങ്ങളെ എത്രത്തോളം പിറകോട്ട് അടിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ സംഭവമാണ്. പല വാർഡുകളിലേക്കും ഒന്നും നടക്കാത്ത അവസ്ഥയുണ്ട്. പല മെമ്പർമാരും നെഞ്ചത്തടിച്ചുകൊണ്ട് കിടക്കുന്ന സ്ഥിതിയുണ്ട്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ജനം നോക്കിക്കാണും, ഇത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സംഭവം ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിൽ അവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാർ ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പരിയാരം പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ടുകളൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 34 ലക്ഷത്തിൽ ചില്ലറ ഫണ്ട് അനുവദിച്ചപ്പോൾ അതിലാകെ പ്രതിപക്ഷത്തുള്ള PP അഗസ്റ്റിച്ചാൻ്റെ വാർഡിൽ മാത്രമാണ് 5 ലക്ഷം കൊടുത്തത്. ഈ പ്രാവശ്യം അലോട്ട്മെൻറ്റ് വരുമ്പോൾ മറ്റ് പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ സംഭവം ഒന്നും നടന്നില്ല. അവർ വലിയ പ്രതിഷേധത്തിലാണ്. പരിയാരം പഞ്ചായത്തിലെ വാർഡുകളിലെ റോഡുകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശോചനീയമായിട്ടൊരു രീതിയിലാണ് ഈ സംഭവം നടക്കുന്നത്. PP അഗസ്റ്റിച്ചേട്ടൻ, ഡാർലി പോൾസൺ, ഡാളി വർഗീസ്, ഡെന്നി ആന്റണി, സിനി ജോയ് എന്നീ മെമ്പർമാരാണ് ഈ പ്രതിഷേധം നടത്തിയത്. ഇവരുടെ വാർഡുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ റോഡുകളുടെ സ്ഥിതി പലപ്പോഴും വളരെ ദുരിതപൂർണമായ രീതിയിലാണെന്ന് തന്നെയാണ് ഈ പഞ്ചായത്ത് മെമ്പർമാരായിട്ട് സംസാരിച്ച് പറയാൻ സാധിച്ചത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളിലും നഗരസഭ സംവിധാനങ്ങളിലും കോർപ്പറേഷൻ സംവിധാനങ്ങളിലും ഒക്കെ തന്നെ ഇനിയിപ്പോൾ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. എന്താണ് ഈ നമ്മുടെ വാർഡുകളിലൊക്കെ നടന്നിട്ടുള്ളതെന്ന് ജനം ചിന്തിക്കാണ്ടിരിക്കുമോ? സ്വാഭാവികമായിട്ടും അവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ഈ 5 വർഷം ആ വാർഡിൽ ഓടി നടന്ന ജനപ്രതിനിധികളായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത തവണ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് അടുത്ത തവണ ചെയ്യാൻ സാധിക്കുക. ഇപ്രാവശ്യത്തെ ജനപ്രതിനിധികൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? ജനം വിലയിരുത്തണം, നിങ്ങൾ ചോദിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിയാരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഡാളി പോൾസൺ, ഡാളി വർഗീസ്, PP അഗസ്റ്റിച്ചേട്ടൻ, ഡെന്നി ആന്റണി, സിനി ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ അവർ പ്രതിഷേധിച്ചു. ഞങ്ങളുടെ വാർഡുകളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടിങ് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല, പലപ്പോഴും ഞങ്ങൾ വഞ്ചിതരാകപ്പെട്ടു, വേറെ ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു പ്രതിഷേധമാണ് പരിയാരം പഞ്ചായത്ത് ഓഫീസിൽ നടന്നത്. പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി. പരിയാരം ഗ്രാമപഞ്ചായത്ത് അടിയന്തര യോഗത്തിൽ നിന്നും പ്രതിപക്ഷ ലീഡർ PP അഗസ്റ്റിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോക്ക് നടത്തി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്തിന് അനുവദിച്ച റോഡ് മെയിൻ്റനൻസ് ഫണ്ട് ഭരണകക്ഷി അംഗങ്ങളുടെ വാർഡുകളിലേക്ക് മാത്രമായി അനുവദിച്ച പ്രസിഡന്റിൻ്റെയും ഭരണസമിതി അംഗങ്ങളുടെയും ഏകപക്ഷീയ നടപടിയിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. ഇത് സംബന്ധിച്ച് വിയോജനക്കുറിപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. പ്രതിഷേധ യോഗത്തിൽ PP അഗസ്റ്റി, ഡാർലി പോൾസൺ, ഡാളി വർഗീസ്, സിനി ലോനപ്പൻ, ഡെന്നി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. നിങ്ങൾ ഞങ്ങളുടെ വാർഡുകൾക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഓരോ റോഡുകളും പട്ടിക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അത്രയും വളരെ മോശമായ അവസ്ഥയാണ് പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ അംഗങ്ങളുടെ റോഡുകളെല്ലാം. ആ സമയത്താണ് ഭരണകക്ഷി അംഗങ്ങൾ അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം കിട്ടിയ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത്. അധികാരമുണ്ട് എന്ന് കരുതിക്കൊണ്ട് നിരുത്തരവാദ പരിപാടി കാണിക്കുന്ന ഒരിക്കലും അതിനൊക്കെ യോജിപ്പില്ല. അത് ശരിയല്ല എന്ന് പറയുന്നൊരു വ്യക്തിത്വത്തിലുള്ളതാണ് ഞങ്ങളെല്ലാവരും തന്നെ. കഴിഞ്ഞ തവണ ഫണ്ട് വന്നപ്പോൾ 5 ലക്ഷം രൂപ ലീഡർ എന്നത് എല്ലാ വാർഡിലും മറ്റുള്ള എല്ലാ ഫണ്ടുകളും അവരുടെ വാർഡിൽ എടുക്കും. തുടർന്ന് ഫണ്ട് വരുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റുള്ള വാർഡുകൾ കൊടുക്കും എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഫണ്ട് വന്നപ്പോൾ അവരെല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് ഭരണകക്ഷികളുടെ വാർഡിലേക്ക് മാത്രം ഫണ്ട് മാറ്റി വെച്ചിട്ടിരിക്കുകയാണ്. ഇതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ഭരണ സംവിധാനത്തിൽ നിയമപരമായി തന്നെ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.